കരൂർ ദുരന്തത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. പരസ്പരം പഴിചാരുകയാണ് ടിവികെയും DMK സർക്കാരും. അതേസമയം ടിവികെ നേതാക്കളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. തെളിവെടുപ്പും ഉടൻ പൂർത്തിയാക്കും. അതിനിടെ അപകടത്തിൽപ്പെട്ട 104 പേർ ആശുപത്രി വിട്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 6 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, ഈ അപകടത്തിന് ശേഷം ഇന്നലെ ടിവികെ നേതാവ് വിജയ് ഒരു വീഡിയോ സന്ദേശം പുറത്തുവിടുന്നു. അതിൽ ചില ആരോപണങ്ങൾ, സർക്കാരിന് ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നു. പക്ഷേ സർക്കാർ അതെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താ സമ്മേളനം ഉണ്ടായത്. അതിൽ വിജയ് ആരോപിക്കുന്ന കാര്യങ്ങളെയെല്ലാം തിരിച്ചടിക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണം. ഇതിലിപ്പോൾ എന്താണ് പരസ്പരം പാർട്ടിക്കാർ തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം ടിവികെ നേതാക്കളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നു, അല്ലേ? റോഷ്നി, വൈകാതെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് സർക്കാരും പോലീസും ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അഡീഷണൽ SP പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ അവധിക്കാല ബെഞ്ച് കോടതി കേസുകൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതേസമയം തന്നെ ഈ കരൂർ ദുരന്തം അതിൻ്റെ എല്ലാ മറകളും നീക്കി കൃത്യമായി രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും നീങ്ങി എന്നതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. കാരണം ഏറെ മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും ഒടുവിലാണ് ഇന്നലെ വിജയുടെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വരുന്നത്. ആ വീഡിയോ സന്ദേശത്തിൽ വിജയ് പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വേദനകൾ വികാരാതീതനായി അദ്ദേഹം പങ്കുവച്ചെങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഒരു തരത്തിൽ സർക്കാർ നൽകാവുന്ന മുന്നറിയിപ്പായിരുന്നു. MK സ്റ്റാലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ എൻ്റെ നേതാക്കളെയോ പ്രവർത്തകരെയോ തൊട്ടു പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു വിജയ് നൽകിയിരുന്നത്. മാത്രമല്ല FIR-ൻ്റെ പേരിലും സമൂഹ മാധ്യമങ്ങൾ തന്നെ പിന്തുണച്ചതിൻ്റെ പേരിലും ഒക്കെ തന്നെ പല ആളുകളെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, വേണമെങ്കിൽ എനിക്കെതിരെ നടപടി എടുത്തോളൂ എന്നുള്ള ഒരു വെല്ലുവിളി മുന്നറിയിപ്പ് തന്നെ വിജയ് നൽകുന്ന സാഹചര്യമുണ്ടായി. അതിനോടൊപ്പം തന്നെ കരൂർ ഒഴികെ മറ്റുള്ള ജില്ലകളിലൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് കരൂരിൽ മാത്രം സംഭവിച്ചു എന്നതിൻ്റെ ഒരു ദുരൂഹത ഉയർത്തുന്ന പരോക്ഷ വിമർശനവും ചോദ്യവും കൂടി വിജയ് ആ പ്രതികരണത്തിൽ നടത്തിയിരുന്നു. ഇതോടുകൂടിയാണ് അതുവരെ മൗനം പാലിച്ചിരുന്ന സർക്കാർ ഔദ്യോഗിക വക്താക്കളെ തന്നെ അണിനിരത്തിക്കൊണ്ടൊരു വാർത്താ സമ്മേളനം വിളിച്ചത്. അത് ഒന്ന് തമിഴ്നാടിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി P. അമുദ IAS, അതുപോലെ തന്നെ ADGP ലോ ആൻഡ് ഓർഡറിലെ ADGPയും അതുപോലെ ഉൾപ്പെടെയുള്ള ഹെൽത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അണിനിരന്നാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. എണ്ണി വിജയ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും ടിവിക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ ആരോപണങ്ങൾക്കും ദൃശ്യങ്ങൾ സഹിതമടക്കം മറുപടി പറയുന്ന രീതിയിലായിരുന്നു വാർത്താ സമ്മേളനം. പ്രത്യേകിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടില്ല എന്നും പ്രവർത്തകർ തള്ളിക്കയറിയതോടെ അവിടെ സ്ഥാപിച്ച ജനറേറ്റർക്ക് തകരാർ സംഭവിക്കുകയും അതിന് കണക്ട് ചെയ്ത ലൈറ്റുകൾ മാത്രമാണ് അണഞ്ഞുപോയത് എന്നടക്കം ഓരോന്നും ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം പോലീസിന് ലാത്തിച്ചാർജ് അടക്കം നടന്നിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കടക്കം കൂടുതലും പ്രതികരണം നടത്താതെയുമാണ് അവർ വാർത്താ സമ്മേളനത്തിൽ നിന്നും അവസാനിപ്പിച്ചത്. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.